Money Box. Be financially disciplined. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലോകത്ത് ഏറ്റവും അധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ത്രൂ തന്നെയാണ്. സോ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങുന്നതിന് മുന്നേ മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഏതാണ്ട് 80% ആൾക്കാർക്കും, യെസ് ഇറ്റ്സ് എ വെരി ഹൈ പെർസെൻറ്റേജ്, ബട്ട് 80% ആൾക്കാർക്കും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ഈ ഒരു തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും മനസ്സിലാക്കണം. സോ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്? ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ക്യാപിറ്റൽ എന്നാൽ മൂലധനം. നമുക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഇനീഷ്യൽ ഫണ്ട്സ് ആവശ്യമുണ്ട്, അല്ലേ? ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ. ആൻഡ് മാർക്കറ്റ് ഈസ് വിപണി. ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട പണം അല്ലെങ്കിൽ മൂലധനം സ്വരൂപിക്കുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാൽ ഇറ്റ്സ് ദ പൾസ് ഓഫ് ആൻ എക്കോണമി. ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ്ഘടനയുടെയും തുടിപ്പാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നത്. എന്തുകൊണ്ട്? ഇതിന് നമുക്ക് കുറെ വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. നമ്മൾ 9th ഗ്രേഡിൽ ജോഗ്രഫി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിലാണ് GDP എന്ന ടേം ആദ്യമായിട്ട് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. എന്താണ് GDP? GDP എന്നാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം. GDP എന്നത് ഒരു എക്കണോമിയുടെ ഓവറോൾ സൈസും ഹെൽത്തും ഒക്കെ ഗേജ് ചെയ്യുന്ന ഒരു മാക്രോ എക്കണോമിക് ടേം ആണ്. മാക്രോ എക്കണോമിക്സിലേക്കൊക്കെ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു സെഗ്മെന്റിൽ പോകാം. സോ ഇവിടെ GDP എന്നാൽ ഒരു എക്കണോമിയുടെ ഓവറോൾ സൈസും സ്ട്രെങ്തും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ GDP പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചു. എക്കണോമീസിനെ അല്ലെങ്കിൽ കൺട്രീസിനെയൊക്കെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എന്ന്. എന്തൊക്കെയായിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ലോക രാജ്യങ്ങളെ തങ്ങളുടെ സാമ്പത്തിക ശക്തി, അതുപോലെ ഭദ്രത, ഇതൊക്കെ അനുസരിച്ച് ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ട് അല്ലേ? യെസ്, വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ, അതുപോലെ അവികസിത രാജ്യങ്ങൾ. എന്താണ് ഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ നേഷൻ? വളരെ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള, വളരെ ഹൈ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് കാഴ്ചവെച്ച രാജ്യങ്ങൾ. മറ്റ് പല മേഖലകളിലും സോഷ്യൽ സെക്യൂരിറ്റി വളരെ ഹൈ ആയിട്ടുള്ള, മറ്റ് പല മേഖലയിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേഷൻസിനെയൊക്കെയാണ് ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. സേ ഹെൽത്ത് ഇൻഡെക്സ്, അവിടത്തേക്ക് ഇയർലി മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങളുടെ ലൈഫ് സ്പാൻ വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? വളരെ മികച്ച ഒരു ഹെൽത്ത് സിസ്റ്റം ആയിരിക്കും അവിടെ ഉള്ളത്. US, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അതുപോലെ തന്നെ ജപ്പാൻ, ഇതൊക്കെയാണ് ലോകത്തിലെ അഡ്വാൻസ്ഡ് കൺട്രീസ്. നൗ ഡെവലപ്പിംഗ് കൺട്രീസ് എന്താണ്? അതെ, വികസനം പാതയിലുള്ള രാജ്യങ്ങൾ. എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്ററായ GDPയുടെ സൈസ് വളരെ കൂടി വരികയും അതുപോലെ ഇയർ ഓൺ ഇയർ ഗ്രോത്തും വളരെ ഹൈ ലെവൽ ഉള്ളതുമായിട്ടുള്ള രാജ്യങ്ങളാണ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിരുന്നു, എന്നാൽ ഇപ്പോഴോ? അതിനെക്കുറിച്ച് നമുക്ക് വരാം. ഇന്ത്യ എന്ന് പറയുന്നത് പ്രൈമറി ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു, അഥവാ അഗ്രികൾച്ചർ ആയിരുന്നു ഇന്ത്യൻ GDPയുടെ മേജർ കോൺട്രിബ്യൂട്ടർ. ഏതാണ്ട് 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഇന്ന് ഇന്ത്യയുടെ GDPയുടെ ഏതാണ്ട് 15% മാത്രമേ ഉള്ളൂ അഗ്രികൾച്ചർ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. നോട്ടബിൾ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് അഥവാ വ്യവസായ മേഖല എന്ന് പറയുന്നത് 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 60% സർവീസ് സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ട് നമുക്കൊക്കെ നാളെ ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാവും എന്നല്ല അതിനർത്ഥം.
പണ്ടൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഹെക്ടേഴ്സ് വേണമായിരുന്നു നമ്മളുടെയൊക്കെ ഫുഡ് റിക്വയർമെന്റ് ഒക്കെ, നമ്മുടെ രാജ്യത്തിന്റെ ഫുഡ് റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാണ്ട്. ഇന്ന് ടെക്നോളജിയൊക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലും യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് വളരെ ഹൈ ഈൽഡാണ് നമുക്കിന്ന് കിട്ടുന്നത്. ഇനി അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, പേര് പോലെ തന്നെ വികസനം തീരെ എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങൾ, സാമ്പത്തികമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്ന, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ വളരെ പൂർ ആയിട്ടുള്ള, നമുക്കറിയാം മെയിൻലി ആഫ്രിക്കൻ നേഷൻസ്, സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ അവർ വളരെ പിന്നിലാണ്, അൺഫോർച്ചുനേറ്റ്ലി. സോ ഇങ്ങനെയായിരുന്നു കൺട്രീസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇനി ഇതിനു ശേഷം നാലാമത് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ടായിട്ടുണ്ട്, എമേർജിംഗ് കൺട്രീസ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു എമേർജിംഗ് കൺട്രീസിന്റെ ഗണത്തിലാണ് പെടുന്നത്. നമ്മൾ പറഞ്ഞു GDP എന്ന് പറയുന്ന ഒരു എക്കണോമിയുടെ ഓവറോൾ സൈസിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാക്രോ എക്കണോമിക് ഫാക്ടറാണെന്ന്. ഈ GDP വളരെ ഹൈ പെർസെൻറ്റേജിൽ മുന്നേറുന്ന അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് കാണിക്കുന്ന രാജ്യങ്ങളെയാണ് എമേർജിംഗ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ 4 രാജ്യങ്ങളാണ് ഈ ഗണത്തിലുള്ളത്, ഉണ്ടായിരുന്നത്. അവരെ ബ്രിക് നേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന. ലേറ്റർ സ്റ്റേജിൽ ഒരു കൺട്രി കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തു, അത് സൗത്ത് ആഫ്രിക്ക ആണ്. അങ്ങനെ ഇപ്പോൾ ബ്രിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. കഴിഞ്ഞ 1-2 ഡെക്കേഡായിട്ട് ചൈനയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോയിങ് ആയിട്ടുള്ള ഒരു എമേർജിംഗ് കൺട്രി. എന്നാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ചൈനയെ പിന്തള്ളി ഇന്ന് ഇന്ത്യയാണ് ഏറ്റവും ഹൈ GDP ഗ്രോത്ത് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്. എന്തിനാണ് ഇതിനിടയ്ക്ക് GDP അല്ലെങ്കിൽ കൺട്രി ക്ലാസിഫിക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ പോയത്? അതെ, കൺട്രി ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അതിനോടൊപ്പം പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? അതെ, ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് അല്ലെങ്കിൽ വികസ്വര രാജ്യത്തിന് വികസിതമാവണമെങ്കിൽ, ഡെവലപ്ഡ് ആവണമെങ്കിൽ എന്താണ് മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായ വൽക്കരണം. ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ മാത്രമേ ഏതൊരു രാജ്യത്തിന്റെയും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുകയുള്ളൂ. തങ്ങളുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പോർട്സ് കൂട്ടണം, ഇമ്പോർട്ട്സ് കുറയ്ക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ വേണ്ട ബേസിക് റിക്വയർമെന്റ് എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇത് ബേസിക് എക്കണോമിക്സ് ആണ്. പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് 3. ഇത് ക്ലാസിക്കൽ തിയറിയാണ്. നമ്മുടെ നാട്ടിൽ ലേബർ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് നന്നായിട്ടുണ്ട്. സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള ഒരു വലിയൊരു ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്കുണ്ട്. രണ്ടാമത്, നമ്മുടെ രാജ്യം വളരെ വലുതാണ്. സോ ലാൻഡും യഥേഷ്ടമുണ്ട്. എന്നാൽ ഈ ലാൻഡൊക്കെ വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്യണമെങ്കിൽ തേർഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ക്യാപിറ്റലാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഫോർ ഷുവർ. സോ ഇൻഡസ്ട്രിയലൈസേഷൻ വരണമെങ്കിൽ, വ്യവസായത്തിലൂടെ വളരണമെങ്കിൽ ക്യാപിറ്റൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, അല്ലേ? ആൻഡ് ഹിയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, മൂലധന വിപണി. ക്യാപിറ്റൽ മാർക്കറ്റിന് 2 പാർട്ടുണ്ട്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ പണം സ്വരൂപിക്കുന്നത് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള പണ ലഭ്യത ഉറപ്പുവരുത്തുന്നത് മുതൽ ലാർജ് സ്കെയിൽ എക്സ്പാൻഷന് വേണ്ടി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഫണ്ട് റേസ് ചെയ്യുന്നത് വരെ. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. പേര് പോലെ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കോർപ്പറേഷന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആവശ്യമുള്ള പണം ലഭ്യത ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് കുറച്ചുകൂടെ ഫോർമൽ ആകുന്ന സ്റ്റേജ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആണ്. സ്റ്റാർട്ടപ്സിനും മറ്റുമൊക്കെ ഫണ്ട് ചെയ്യുന്ന കമ്പനീസ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊപ്പോസൽസ് കൊടുക്കണം. അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ ഫണ്ട് ചെയ്യുക മാത്രമല്ല, സ്ട്രാറ്റജിക്കലിയും ഈ ഒരു ബിസിനസ്സിനെ അവർ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊരു തലത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് എന്നാൽ പ്രൈവറ്റ് ഇക്വിറ്റിയാണ്. ഇത് കുറച്ചും കൂടെ വലിയ എക്സ്പാൻഷൻ ഒക്കെ പോകുമ്പോൾ വലിയ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. $multi-million ഒക്കെയാണ് ഇതിന്റെ ടിക്കറ്റ് സൈസ്. ഞാനൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല ഡീൽസും എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗവും ആയിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് ആണ് ലാർജ് സ്കെയിൽ ഫണ്ടിങ് ആണ്, അല്ലെങ്കിൽ IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ, ഗോയിങ് പബ്ലിക്. എന്നാൽ ഇതൊക്കെ അത്ര എളുപ്പമാണോ? അല്ല.
ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ അതിനൊരു ലോങ് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഇനീഷ്യൽ ലെവൽ ഓഫ് ഫണ്ടിങ് ആണെങ്കിലും പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതിനാണെങ്കിലും. പബ്ലിക് ഓഫറിൽ കമ്പനീസ് പബ്ലിക്കിൻ്റെ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള പബ്ലിക്കിൽ നിന്നാണ്, അതുപോലെ തന്നെ ഫോറിൻ NRIs, അതുപോലെ തന്നെ ഫോറിൻ കോർപ്പറേറ്റ്സ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരിൽ നിന്നൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇതൊക്കെ ലീഗലി ബൈൻഡിങ് ആണ്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ അപ്രൂവൽ കിട്ടണമെങ്കിൽ അതിനൊരു അപ്പെക്സ് അതോറിറ്റി ഉണ്ട്, സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് കമ്പനി ഫയൽ ചെയ്യണം, അഥവാ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ, അതിൻ്റെതായിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അങ്ങനെ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുന്നതിന് കമ്പനി ഒരു ഓഫർ വെക്കുകയാണ്. ഈ കമ്പനി ഇത്ര വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന ബിസിനസ് ചെയ്യുന്നു, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതാണ് ടോപ്പ് ലൈൻ ഗ്രോത്ത്, ഇതാണ് ബോർഡർ ലൈൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത്, ഇതുപോലുള്ള ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കമ്പനി മുന്നിൽ വെക്കുന്നു. കമ്പനിയുടെ വാല്യുവേഷൻസ് ഒക്കെ ചെയ്യുന്നതും പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയറിന്റെ ഒരു ഫെയർ വാല്യൂ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കവറി ഒക്കെ നടത്തുന്നതും ഒക്കെ പ്രൊഫഷണൽ ടീംസ് ആണ്. അവരെ മെർച്ചന്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് എന്ന് പറയും. ഈ പ്രോസസ്സിനെ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നു. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ആൻഡ് ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ, ദ കമ്പനി വിൽ ഗെറ്റ് ഇനീഷ്യൽ നോട്ട് ടു ഗോ പബ്ലിക്. സോ ഇങ്ങനെ പബ്ലിക്കിൽ നിന്നും ഇനീഷ്യൽ ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ അഥവാ IPO എന്ന് പറയുന്നത്. സോ ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫസ്റ്റ് പാർട്ട് അഥവാ പ്രൈമറി മാർക്കറ്റ്. ഇങ്ങനെ IPO ഒക്കെ കഴിഞ്ഞു, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തു, അതിനൊരു പീരീഡ് ഉണ്ട്, 3-4 ദിവസമേ നിൽക്കുകയുള്ളൂ. അതിനുശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ 10 ദിവസത്തിനുള്ളിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അത് അലോട്ട് ചെയ്യുന്നു. അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കമ്പനിയുടെ ഷെയർസ് സെക്കൻഡറി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെന്റ് ഉണ്ട്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ്? ഈ സെക്കൻഡറി മാർക്കറ്റ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഷെയർ മാർക്കറ്റ്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യം, പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് കാണുന്നത്. മനസ്സിലാക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ ഒരു കമ്പനി പബ്ലിക് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനെ ട്രാൻസാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അത്. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണുള്ളത്, NSE ആൻഡ് BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അത് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ, സെല്ല് ചെയ്യാനായിട്ടും, അതുപോലെ ഒരു കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നവർക്ക് അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൈ ചെയ്യാനായിട്ടും ഒക്കെയാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ഒരു നല്ല ധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനെക്കുറിച്ച് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് ഇല്ലാതെ ഒരു രാജ്യത്തിനും ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ വ്യവസായവൽക്കരണം നടപ്പാക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തിന്റെയും ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ തങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഡസ്ട്രീസും സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ്, പബ്ലിക്, പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. ഇൻഡസ്ട്രിയലൈസേഷന്റെ കീ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അത് കണ്ടെത്തുന്ന മാർഗമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാൽ ഇറ്റ്സ് ദ പൾസ് ഓഫ് ആൻ എക്കോണമി എന്ന്. എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഒരു സീരീസിലാണ് അല്ലെങ്കിൽ ഒരു ഓർഡറിലാണ്. എല്ലാ വീഡിയോസും അതിൻ്റെതായിട്ടുള്ള ഓർഡറിൽ കാണുവാൻ ശ്രമിക്കുക, നന്നായി മനസ്സിലാവാനായിട്ടും നല്ലൊരു ക്ലാരിറ്റി വരുവാനും വേണ്ടി. ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഈസ് ഇൻഎവിറ്റബിൾ ഇൻ അവർ പേഴ്സണൽ ഫൈനാൻസ് for the growth of our economy and for our personal wealth creation. Yes, wealth creation. Thank you. Please like, share, and subscribe.